ദ ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സുഖമായിരിക്കുന്നല്ലോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 8-ാം വചനം ഞാൻ ഇന്നത് ധ്യാനിച്ചു. കർത്താവിന് ഒത്തിരി സ്തോത്രം ചെയ്തു. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഇതാ ഞാൻ നിനക്ക് മുമ്പായി ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചതുമില്ല. പ്രൈസ് ദ ലോർഡ്. കർത്താവിന് എന്നാ ഉറപ്പാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, പക്ഷേ നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമത്തെ നീ തള്ളിപ്പറഞ്ഞില്ല. കർത്താവിന് നമ്മളെ നോക്കി അങ്ങനെ പറയുവാൻ സാധിക്കുമോ? പലപ്പോഴും നമ്മൾ ചുറ്റും നോക്കുമ്പം നമ്മുടെ സ്നേഹിതർ, ബന്ധുമിത്രാദികൾ, അവരുടെയൊക്കെ കല്യാണം തക്ക സമയത്ത് നടക്കുന്നു, അവർക്കെല്ലാം കുഞ്ഞുങ്ങൾ തക്ക സമയത്ത് ഉണ്ടാകുന്നു, നല്ല ജോലി അതത് സമയങ്ങളിൽ ഒരുങ്ങി വരുന്നു, ഒരു നന്മയ്ക്കും അവർക്കൊന്നും കുറവില്ല. പക്ഷേ ഞാൻ ഏറെ പ്രാർത്ഥിച്ചിട്ടും ഒത്തിരി ഉപവസിച്ചിട്ടും കരഞ്ഞിട്ടും എൻ്റെ ജീവിതത്തിൽ ഒരു മറുപടി ഇല്ലല്ലോ എന്നൊക്കെ ഓർത്ത് ഭാരപ്പെടുന്ന ചിലർ എന്നെ കേൾക്കുന്നില്ലേ? നിങ്ങളോടാണ് ഞാൻ പരിശുദ്ധാത്മാവിൽ സംസാരിക്കുന്നത്. ചുറ്റും അടയപ്പെട്ട് കിടക്കുന്നു, അനുകൂലമായ സാഹചര്യങ്ങളൊന്നും കാണുന്നില്ല എന്ന് കരുതി സ്വന്തം ബുദ്ധിയിൽ, സ്വന്തം വിവേകത്തിൽ ഊന്നരുത് കേട്ടോ. പകരം കർത്താവിൻ്റെ വചനം കാക്ക. വചനം എന്തുവാ? വചനം ജഡമായതാ, യേശു കർത്താവല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ വചനം കർത്താവാ. വചനത്തിൽ നിലനിൽക്ക. കർത്താവിൻ്റെ നാമത്തെ തള്ളിപ്പറയാതെ, പിറുപിറുക്കാതെ, ചോദ്യം ചെയ്യാതെ, സംശയിക്കാതെ കർത്താവ് അനുവദിക്കുന്ന സാഹചര്യങ്ങളിലൂടെ മുന്നോട്ട് പോയി ആ സാഹചര്യങ്ങളിൽ കർത്താവിൽ മാത്രം ആശ്രയിക്കുക. അങ്ങനെ ആശ്രയിക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മാവ് ഇന്ന് പറയുക, ഞാൻ നിനക്കായിട്ടൊരു വാതിൽ തുറന്നിട്ടുണ്ട്, അത് ഓൾറെഡി തുറന്നു വെച്ചിരിക്കുക. അതിനിയും ഈ ലോകത്ത് ആരൊക്കെ ശ്രമിച്ചാലും അടയ്ക്കുവാൻ സാധ്യമല്ല. നീ അതിനകത്ത് പ്രവേശിക്കുക തന്നെ ചെയ്യും. കഴിഞ്ഞ ദിവസമേ ചില വിഷയങ്ങളിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും ഭാരപ്പെട്ട് ഒത്തിരി പ്രാർത്ഥിച്ചു, കരഞ്ഞു പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞങ്ങളുടെ ബുദ്ധിയിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ തീരുമാനിച്ചു. ചില പ്രത്യേക തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വരുമ്പോൾ നമ്മൾ അറിയാതെ എന്താ ചെയ്യേണ്ടെന്നേ എന്നറിയാതെ പകച്ചു പോകുന്ന നിമിഷങ്ങളില്ലേ? അങ്ങനെ ഒരു സാഹചര്യം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ ഞങ്ങളുടെ ബുദ്ധിയിൽ ചില കാര്യങ്ങളൊക്കെ കണക്ക് കൂട്ടി അപ്രകാരം ചെയ്യാം, പറയാം എന്നൊക്കെ ചിന്തിച്ചേ. എന്നിട്ട് രാത്രിയിൽ കിടന്നുറങ്ങി. അതിരാവിലെ പരിശുദ്ധാത്മാവ് എന്നെ തട്ടി ഉണർത്തി. ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാനിരുന്നു. എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുകയാ. ഹോളി സ്പിരിറ്റ് പെട്ടെന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു, നീ ഇതുവരെ ആയിരിക്കുന്നത്, ഇപ്പോൾ ഈ നിമിഷം പോലും നീ ആയിരിക്കുന്നത് എൻ്റെ ഹിതത്തിനൊത്തവണ്ണമാ, എൻ്റെ ഹിതത്തിനകത്താ നീ. ആയതുകൊണ്ട് നിന്റെ മേലുള്ള പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കാ. പക്ഷെ നീ നിന്റെ ബുദ്ധിയിൽ തീരുമാനങ്ങൾ എടുത്ത് അതിൻ പ്രകാരം ചലിച്ചാൽ പിന്നെ എനിക്ക് ഉത്തരവാദിത്വമില്ല. എന്നിട്ട് ഹോളി സ്പിരിറ്റ് എന്നോട് ഹൃദ്യമായി പറഞ്ഞൊരു കാര്യമുണ്ട്, നിന്റെ ബുദ്ധി അബലമാകട്ടെ, പകരം പരിശുദ്ധാത്മാവ് നിന്നിൽ ആക്റ്റീവ് ആകട്ടെ, എൻ്റെ ആത്മാവ് നിന്നിൽ ആക്റ്റീവ് ആകട്ടെ. അതെ പ്രിയപ്പെട്ടവരെ, താൽക്കാലികമായ ചില റെമഡീസ്, ചില സൊല്യൂഷൻസ്, ചില മറുപടികൾ അന്വേഷിച്ച് നിങ്ങൾ പോകരുത്. ബുദ്ധിയിൽ ഒന്നും കണക്ക് കൂട്ടി ചെയ്യണ്ട. പകരം നിങ്ങളിൽ പകർന്നിരിക്കുന്ന ദൈവാത്മാവിൽ ആശ്രയിക്കുക. അവിടത്തേക്ക് അറിയാം നിങ്ങൾക്ക് അല്പം ശക്തിയേ ഉള്ളെന്ന്, പക്ഷെ അവിടത്തേക്ക് ഒരു ഉറപ്പ് വേണം. അല്പമേ ശക്തിയുള്ളെങ്കിലും താൽക്കാലികമായ മറുപടികൾ അന്വേഷിച്ചു പോകാതെ എൻ്റെ മകൾ, എൻ്റെ മകന് എൻ്റെ വചനം കാത്തു എന്ന് നിങ്ങളെക്കുറിച്ച് കർത്താവിന് പറയുവാൻ സാധിക്കുമോ? ഇന്ന് ഹോളി സ്പിരിറ്റ് നിങ്ങളോട് വളരെ പേഴ്സണലായി, വളരെ ശക്തമായി പറയുന്നു. യെസ്, ചിലരെന്നെ കണ്ണുനീരോടെ കേൾക്കുന്നുവെന്ന് ഞാൻ തിരിച്ചറിയുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തോടാണ് സംസാരിക്കുന്നത്. താൽക്കാലികമായ മറുപടികൾ അന്വേഷിച്ചു പോകണ്ട. കർത്താവ് ഒരു വാതിൽ ഓൾറെഡി തുറന്നു വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ സ്വന്തം ബുദ്ധിയിൽ, സ്വന്തം വിവേകത്തിൽ ഊന്നി ഒരു തീരുമാനവും ഇപ്പോൾ എടുക്കരുത്. ആർക്കും അടയ്ക്കുവാൻ കഴിയാത്തത്, ആർക്കും തടുക്കുവാൻ കഴിയാത്തത് കർത്താവ് ഓൾറെഡി തുറന്നിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾ സുഗമമായി പ്രവേശിക്കും. ചുറ്റുമുള്ള വിഷയങ്ങൾ കണ്ട്, സാഹചര്യങ്ങൾ കണ്ട് പകച്ചു പോകാതെ, മറ്റുള്ള
മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് ക്ഷീണിച്ചിരിക്കാതെ, നിരാശ ജീവിതത്തിൽ അനുവദിക്കാതെ, കർത്താവിന്റെ വചനത്തിൽ ആശ്രയിച്ച് പൊന്നു കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി മുന്നേറുക. തുറന്നു വെച്ചിരിക്കുന്ന വാതിലിലേക്ക് നിങ്ങൾ സുഗമമായി പ്രവേശിക്കും. പ്രാർത്ഥിക്കാം. അപ്പാ, അങ്ങയുടെ പൊന്നു മക്കളോട് അവിടെ നിന്ന് സംസാരിച്ചതിന് സ്തോത്രം. ചില ഹൃദയങ്ങളിൽ അങ്ങിപ്പോൾ കൊടുക്കുന്ന കൺഫർമേഷനായി നന്ദി. ഹല്ലേലൂയ. ചില ഉള്ളങ്ങൾ ഇപ്പോൾ പരിശുദ്ധാത്മാവിൽ കത്തട്ടെ. Thank you, mighty God. Ramana sikebe regeshiyam telani. Aito mekenia regesikaniam tel. എന്റെ പ്രിയപ്പെട്ടവരുടെ മേൽ, അല്ല, അങ്ങയുടെ പൊന്നു മക്കളാകുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെ മേൽ പൂർണ്ണ ഉത്തരവാദിത്വം അങ്ങേക്കാണല്ലോ. അങ്ങയുടെ ഹിതപ്രകാരം ഞങ്ങളെ നയിക്കുന്നതിനായി സ്തോത്രം. അങ്ങ് ഞങ്ങളോട് പറഞ്ഞതുപോലെ ഞങ്ങളുടെ ബുദ്ധി അബലമായി അങ്ങയുടെ ആത്മാവ് ഞങ്ങളിൽ ആക്റ്റീവ് ആകട്ടെ. അങ്ങയുടെ ആത്മാവിനൊത്തവണ്ണം ചലിക്കുവാൻ ഞങ്ങളെ എല്ലാം വിധേയപ്പെടുത്തുന്ന കർത്താവേ, ഹല്ലേലൂയ. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. ഞാൻ എൻ്റെ പ്രിയരെ എല്ലാം ബ്ലെസ് ചെയ്യുന്നു. മഹത്വ അപ്പായിക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇങ്ങോട്ട് നോക്കിക്കേ, കർത്താവ് പറയുന്നു, ഞാൻ നിനക്കായി ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ആർക്കും അത് അടയ്ക്കുവാൻ കഴിയത്തില്ല. ഒറ്റ വ്യക്തിക്കും ഒരു ശക്തിക്കും കർത്താവ് നിങ്ങൾക്കായി തുറന്നതിനെ അടയ്ക്കുവാൻ കഴിയത്തില്ല. പക്ഷേ ഇപ്പോൾ ഒരു അനുകൂല സാഹചര്യവും മുന്നിൽ കാണുന്നില്ല എന്ന് പറഞ്ഞ് സ്വന്തം ബുദ്ധിയിൽ എടുത്തു ചാടി തീരുമാനങ്ങളൊന്നും എടുക്കരുത്. വെയിറ്റ്. കർത്താവ് തുറന്ന വഴിയല്ലേ വലുത്. അതിലേക്ക് പ്രവേശിക്കാം. ബ്ലെസ് യു.